നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയ സിപിഐയുടെ അപ്രതീക്ഷിത മനംമാറ്റവും തുറന്നു പറച്ചിലും അവഗണിച്ച് നിശബ്ദമാക്കാൻ സിപിഎം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മന്ത്രി ശിവൻകുട്ടി പ്രതികരിച്ചതൊഴിച്ചാൽ സിപിഎം നേതാക്കൾ ആരും പരസ്യ പ്രതികരണത്തിന് മുതിർന്നില്ല. ശിവൻകുട്ടിയാകട്ടെ സ്വന്തം ഘടകകക്ഷി നേതാവിന്റെ ഇടപെടലുകളെ പ്രതിപക്ഷ നേതാവിന്റേതിന് തുല്യമെന്ന നിലയിലാണ് അവതരിപ്പിച്ചതും വിമർശനം കടുപ്പിച്ചതും. ഇതിനെ നിശബ്ദം പിന്തുണയ്ക്കുകയാണ് പാർട്ടി. സിപിഐയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളുമാണ് ബിനോയിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നാണ് സിപിഎം കരുതുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് കത്തിപ്പടർന്ന കാലത്ത് LDF യോഗം ചേർന്ന് മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും മുന്നണി നേതൃത്വത്തിൽ ED ഓഫീസ് മാർച്ചടക്കം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. സമാന പിന്തുണ ഇക്കുറി പ്രതീക്ഷിക്കേണ്ട എന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ മുന്നണിക്കുള്ളിൽ കടുത്ത വിയോജിപ്പ് ഉയർത്തിയിട്ടും CPM മുഖവിലയ്ക്കടിക്കാതെ ഏകപക്ഷീയമായി മുന്നോട്ടു പോയതിൽ CPIക്ക് കടുത്ത അമർഷമുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപനം നടത്തിയ പാർട്ടി സെക്രട്ടറി പോലും തിരുത്തിക്കും വിധം നേതൃയോഗങ്ങളിൽ കടുത്ത വിമർശനവും വിയോജനവും ഉയരാൻ കാരണമതാണ്. മാസപ്പടി കേസിൽ 3 വിജിലൻസ് കോടതികളിലെയും ഹൈക്കോടതിയിലെയും അനുകൂല വിധിയുണ്ടെന്ന് CPM വാദം അംഗീകരിക്കുന്നില്ലെന്ന സൂചനയും CPI പ്രതികരണങ്ങളിലുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസിന്റെയും PM ശ്രീയുടെയും കാര്യത്തിൽ മാത്രമല്ല ആശാസമരത്തിലും CPIക്ക് വ്യത്യസ്ത നിലപാടാണ്. സമരം ഒത്തുതീർപ്പാക്കാത്തതിൽ കടുത്ത വിമർശനമാണ് CPI നേതൃയോഗങ്ങളിൽ ഉയർന്നത്. ആശാസമരം ഒത്തുതീർപ്പാക്കിയില്ലെങ്കിൽ ഇടതുമുന്നണിക്കും സർക്കാരിനും തിരിച്ചടിയാകുമെന്നാണ് CPI സംസ്ഥാന കൌൺസിൽ വിലയിരുത്തൽ. മുഖ്യമന്ത്രി വിചാരിച്ചാൽ വളരെ വേഗം തീർപ്പാക്കാവുന്ന വിഷയമാണ് പിടിവാശിയിൽ അനിശ്ചിതമായി നീളുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന ഘട്ടത്തിൽ സമരം നീളുന്നത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്നും CPI കണക്കുകൂട്ടുന്നു. അതിനിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ അഴിമതി കേസിൽ വരുന്ന ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പിണറായി വിജയൻ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് CPIയിൽ പൊതു അഭിപ്രായം ഉയരുന്നുണ്ട്. പിണറായി മുഖ്യമന്ത്രിയായി തുടരുകയും മകൾ കേസിൽ പ്രതിയാവുകയും ചെയ്യുന്ന സാഹചര്യം തീർത്തും ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് CPI നേതാക്കൾ വിശ്വസിക്കുന്നു. മന്ത്രി V ശിവൻകുട്ടിയെ പോലുള്ള പ്രമുഖർ CPIക്കെതിരെ രംഗത്തെത്തിയ സാഹചര്യത്തിൽ വിവാദം കൊഴുക്കാനാണ് സാധ്യത. CMRL എക്സാലോജി കരാറിലെ SFIO റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കണമെന്ന് വിചാരണ കോടതി തീരുമാനിച്ച സാഹചര്യത്തിലാണ് വീണ വിഷയം വീണ്ടും വിവാദമാകുന്നത്. കുറ്റം ചുമത്തുന്നതിന് മതിയായ തെളിവുകളുണ്ടെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു. കമ്പനി നിയമത്തിലെ 129, 134, 447 വകുപ്പുകൾ നിലനിൽക്കും. കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകി. തുടർ നടപടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി സമൻസ് അയക്കും. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ തീരുമാനം. കേസിൽ നമ്പർ ഇടുകയാണ് ആദ്യ നടപടി. ശേഷം SFIO പ്രതി ചേർത്ത 1-ാം പ്രതി CMRL MD ശശിധരൻ കർത്ത മുതൽ 11-ാം പ്രതി T വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും. ഇതിൽ 4 പ്രതികൾ 4 കമ്പനികളാണ്. അടുത്ത ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾ ഉണ്ടാവുമെന്നാണ് വിവരം. മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പിനായി ED കോടതിയിൽ കഴിഞ്ഞ ദിവസം അപേക്ഷ സമർപ്പിച്ചിരുന്നു. SFIOയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടാവും പകർപ്പ് EDക്ക് കൈമാറുക. കേസിൽ PMLA, FEMA കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യമുണ്ടായാൽ CMRL കമ്പനിയടക്കം പ്രതിപട്ടികയിലുള്ളവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് EDക്ക് കടക്കാൻ കഴിയും. EDയുടെ കടന്നുവരവ് പിണറായിയെ ശരിക്കും ഭയപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര ഏജൻസികൾ തനിക്കെതിരെ നീങ്ങുമെന്ന ഉത്തമ വിശ്വാസത്തിലാണ് മുഖ്യമന്ത്രിയുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട കേസിൽ CPMഉം CPIയും തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ്. കേസിനെ ന്യായീകരിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ട ബാധ്യത തങ്ങൾക്കില്ലെന്ന് പ്രഖ്യാപിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനവുമായാണ് മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തിയത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഷയമല്ലെന്നും എക്സാലോജി കേസ് LDFന്റെ കേസ് അല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. വീണ വിജയന്റെ കേസിൽ ബിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണയ്ക്കറിയാം. LDFഉം CPMഉം മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ LDF യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത്. ഇത്തരം കാര്യങ്ങൾ പറയാൻ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു. അതായത് പ്രതിപക്ഷ നേതാവ് പൂർണ്ണമായി മൗനം പാലിച്ച വിഷയത്തിൽ ബിനോയ് വിശ്വം നടത്തിയത് അധിക പ്രസംഗമാണെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. വീണ വിജയന്റെ പേരിൽ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ കേസെടുക്കുകയാണ്. കേസുകൾ അന്വേഷണത്തിന്റെ പാതയിലും കോടതിയുടെ പരിഗണനയിലുമാണ്. ഇക്കാര്യത്തിൽ LDFഉം CPMഉം മുഖ്യമന്ത്രി പിണറായി വിജയന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ വീണ വിജയന്റെ കേസിൽ ബിനോയ് വിശ്വം ഉത്കണ്ഠപ്പെടേണ്ട കാര്യമില്ല. കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വീണ വിജയൻ അറിയാം.
ബിനോയ് വിശ്വം വ്യത്യസ്ത നിലപാട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. LDF യോഗത്തിലാണ് പറയേണ്ടിയിരുന്നത്. പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ എന്ന് പറയാൻ പാടില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ പുതിയ കണ്ടുപിടുത്തം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായ പിണറായി വിജയൻ നയിക്കുന്ന സർക്കാർ എന്നാണ് എല്ലാവരും പറയുന്നത്. ക്യാബിനറ്റ് അജണ്ടയിൽ അടിച്ചു വരുന്നതും അങ്ങനെ തന്നെയാണ്. ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയായാലും അങ്ങനെ തന്നെയാവും സർക്കാർ അറിയപ്പെടുക. അതിലൊന്നും ഒരു അസൂയയുടെയും കുശുമ്പിന്റെയും കാര്യമില്ലെന്നേ പറയാനുള്ളൂവെന്നാണ് ശിവൻകുട്ടി പറഞ്ഞത്. വീണയ്ക്കെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അതിനെ പ്രതിരോധിക്കണമെന്നും CPM ആവർത്തിക്കുന്നതിനിടെ ആ ബാധ്യത തങ്ങൾക്കില്ലെന്ന പരസ്യ നിലപാടിൽ CPI എടുത്തതിൽ CPM നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. വീണയ്ക്കെതിരായ കേസ് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള നീക്കമായി കാണണമെന്നും രാഷ്ട്രീയമായി ശക്തമായി ചെറുക്കണമെന്നുമാണ് CPMന്റെ നിലപാട്. എന്നാൽ വീണ വിജയന്റെ കേസും മുഖ്യമന്ത്രിയുടെ വിഷയവും രണ്ടും രണ്ടാണെന്നും കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കേസിന്റെ തെറ്റും ശരിയും കമ്പനി നിയമപ്രകാരം തീരുമാനിക്കേണ്ടതാണെന്നുമാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകൾ പ്രായപൂർത്തിയായ വ്യക്തിയാണ്. അവർക്ക് കമ്പനി ആരംഭിക്കാനും മറ്റൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടാനും അവകാശമുണ്ട്. എന്നാൽ ആ കമ്പനിയുടെ ഓരോ ഇടപാടിനെക്കുറിച്ചും ഞങ്ങൾക്ക് അറിയില്ല. അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. രണ്ട് കമ്പനികളുടെ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള വിഷയം അതിന്റെ വഴിക്ക് പോകട്ടെ. കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ആ നിലയിൽ LDFനെ ആക്രമിക്കാനുള്ള വഴിയാക്കി മാറ്റാൻ ശ്രമിച്ചാൽ എതിർക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. അതായത് മുഖ്യമന്ത്രിയെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPIക്ക് മടുത്തു കഴിഞ്ഞു. CPIയുടെ കമ്മിറ്റികളിൽ മുഖ്യമന്ത്രിക്കെതിരെ അതിനിശ്ചിത വിമർശനമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാദം സർക്കാരിനെ ഒന്നടങ്കം ദോഷകരമായി ബാധിക്കുന്നതായി CPI കരുതുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യം ഇടതുമുന്നണി സർക്കാർ പൊതുവെ അഴിമതി സർക്കാരാണെന്ന പ്രീതി ജനിപ്പിച്ചിരിക്കുന്നു. ഇത് CPIക്ക് ദോഷം ചെയ്യുമെന്ന അഭിപ്രായമാണ് CPIക്കുള്ളത്. തങ്ങളുടെ ഇമേജിനെ ബാധിക്കുന്നതായും CPI കരുതുന്നു. ബിനോയ് വിശ്വം ഇമേജിന്റെ തടവുകാരനാണ്. അദ്ദേഹം അഴിമതിയെ എക്കാലവും എതിർത്തിട്ടേയുള്ളൂ. CPI മന്ത്രിമാരെല്ലാം അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരാണ്. ഇവർക്ക് സർക്കാർ അഴിമതിയുടെ പേരിൽ ചീത്തപ്പേര് കേൾപ്പിക്കരുതെന്ന ആഗ്രഹം മാത്രമാണുള്ളത്. പിണറായിയെ കേന്ദ്ര സർക്കാർ വേട്ടയാടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ജനങ്ങൾ വിശ്വസിക്കുകയില്ലെന്ന് CPIക്ക് അറിയാം. കേന്ദ്ര സർക്കാരിൽ പിണറായിക്ക് അസാമാന്യമായ സ്വാധീനമുണ്ടെന്ന് CPI കരുതുന്നു. എന്നിട്ടും ഇര ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് CPM സഹിക്കട്ടെ എന്നാണ് ബിനോയ് പറയുന്നത്. ബിനോയ് വിശ്വം CPI യോഗങ്ങളിൽ മൂകസാക്ഷി മാത്രമാണെന്ന് CPI നേതാക്കൾ പറയുന്നത്. ബിനോയെ മുഖ്യമന്ത്രിയുടെ ആളായാണ് നേതാക്കൾ കരുതുന്നത്. സംസ്ഥാന കമ്മിറ്റി പക്ഷേ മുഖ്യമന്ത്രിക്ക് എതിരാണ്. മന്ത്രിസഭാ യോഗങ്ങളിൽ മന്ത്രി P പ്രസാദിനെ മുഖ്യമന്ത്രിയുമായി ഉടക്കാൻ ചട്ടം കെട്ടിയത് CPI നേതാക്കളാണ്. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ഇനി എല്ലാ മന്ത്രിസഭാ യോഗങ്ങളുടെയും അവസ്ഥ ഇതായിരിക്കും. പ്രസാദ് ഉടക്കിയിട്ട് ബിനോയ് തടസ്സം നിന്നില്ല. സ്വകാര്യ സർവകലാശാല ബില്ലിലാണ് CPI ആശങ്കയുമായി രംഗത്തെത്തിയത്. എന്നിട്ടും ബിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോഗത്തിൽ ഇല്ലായിരുന്നു. മന്ത്രി പ്രസാദിന്റെ ആശങ്ക വെറും ശങ്ക മാത്രമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിലും ഇത് വെറും ആശങ്കയില്ലെന്ന് പ്രസാദ് പറഞ്ഞു. എങ്കിൽ മന്ത്രി ബിന്ദു വരട്ടെ എന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അങ്ങനെ കൂടുതൽ ചർച്ചയ്ക്കായി ബില്ല് മാറ്റിവെച്ചു. പക്ഷേ ബിൽ നടപ്പാക്കാൻ തീരുമാനമായി. ഇത്തരം സംഭവങ്ങൾ പിണറായിയുടെ ക്യാബിനറ്റിൽ അപൂർവമായി നടക്കാറുള്ളൂ. സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബിൽ മന്ത്രിസഭായോഗം പരിഗണിക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ല. മന്ത്രി ബംഗളൂരുവിലായിരുന്നു. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാൻ CPM നേരത്തെ രാഷ്ട്രീയ തീരുമാനം എടുത്തിരുന്നു. SC/ST വിദ്യാർത്ഥികൾക്ക് പ്രവേശനത്തിൽ സംവരണമുണ്ടാക്കും. അതേസമയം ഫീസിൽ സർക്കാരിന് നിയന്ത്രണമുണ്ടാകില്ല. ബ്രൂവറി അനുമതിക്ക് പിന്നാലെ ഘടകകക്ഷികളെ മുഖവിലക്കെടുക്കാതെയുള്ള CPM തീരുമാനത്തിനെതിരെ പല കക്ഷികൾക്കും അതൃപ്തിയുണ്ടെന്ന വിലയിരുത്തലുമുണ്ട്. പല വിഷയങ്ങളും പിണറായി ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നുവെന്നാണ് CPI നേതാക്കളുടെ പരാതി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.